ഹലോ, എല്ലാവർക്കും നല്ലൊരു ദിവസം എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് കഥയിലോട്ട് പോയാലോ. ലാസ്റ്റ് നിധിയുടെ ആവശ്യപ്രകാരം അഥർവ സ്റ്റീവിനെയും നിധിയെയും വിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ തുടരാം. സ്റ്റീവ് തന്നെ മറികടന്ന് പോകുന്ന ആദ്യം നോക്കി നിന്നു. അപ്പം അവൻ അടുത്ത് ചെന്ന് പോകരുതെന്ന് പറയാനും ഉള്ളിൽ കൊതിച്ചു. എങ്കിലും തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർത്തതും സ്റ്റീവിന്റെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെയും ഇരുന്നു. സ്റ്റീവ് കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു. എന്നിട്ട് നിധിയുടെ റൂമിന്റെ അരികിലേക്ക് ചെന്നു. അകത്ത് അവൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ ടീം ഉണ്ടായിരുന്നു. അവർ അവളെ ആശ്വസിപ്പിക്കുന്നതും ഡ്രിപ്പ് ഇടുന്നതും എല്ലാം അവൻ നോക്കി നിന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നത് കണ്ടത് അവന്റെ ചുണ്ടിൽ ആശ്വാസത്തിന്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇതേ സമയങ്ങളിലെല്ലാം ജീവന്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. അവളുടെ വീട്ടിൽ എല്ലാം തകർന്നടിഞ്ഞ അവസ്ഥയിൽ തന്നെയായിരുന്നു. ആരോടും പരസ്പരം മിണ്ടാനോ ഒന്ന് നോക്കാനോ ഒന്നും തയ്യാറായില്ല. ആ സമയമാണെങ്കിലോ ജീവൻ ഷവറിന്റെ ചോട്ടിൽ നിന്ന് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റർ ഇട്ട കാലാണെങ്കിലോ മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു. പക്ഷെ അവന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അതൊന്നും അവൻ ശ്രദ്ധിക്കാനേ പോയില്ല. അതൊന്നും അവന് ശ്രദ്ധിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല എന്നതാണ് സത്യം. അവന്റെ ഉള്ളിൽ പല കാര്യങ്ങൾ കടന്നുപോയി. അഥർവ പറഞ്ഞ കാര്യങ്ങൾ, തൻ്റെ മാതാപിതാക്കൾ തനിക്ക് മുന്നിൽ ആദ്യമായി തലകുനിച്ച് നിൽക്കുന്ന ചിത്രം, അതെല്ലാം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം കടന്ന് അവൻ്റെ മനസ്സ് ചെന്നു നിന്നത് നിറകണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന ആ പെൺകുട്ടിയിലായിരുന്നു. എന്തുകൊണ്ടെന്നറിയാത്ത പോലെ ആ പെൺകുട്ടിയുടെ മുഖം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നത് അവൻ മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തിന് എന്ന ചോദ്യം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. കണ്ടെത്തണം എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ തീരുമാനിച്ചു, കണ്ടെത്തണം തൻ്റെ പാസ്റ്റ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലെ സത്യങ്ങൾ. അപ്പം തൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ ഈ തോൽവി, അവരുടെ പതർച്ച എല്ലാം കണ്ടെടുത്തുനിന്ന് അവൻ തീരുമാനിച്ചു. ഇടയ്ക്കൊന്ന് സമാധാനമായി എന്ന് തോന്നിയതും അവൻ പുറത്തേക്കിറങ്ങി. ഇറങ്ങിയപ്പോഴേ അവൻ കണ്ടിരുന്നു തന്നെ കാത്ത് ബാത്റൂമിന് മുന്നിലായി കരഞ്ഞു തളർന്നു നിൽക്കുന്നവളെ. അവളെ കണ്ടപ്പോൾ ഒന്ന് പതറി. പക്ഷേ എന്നിരുന്നാലും അത്രയും വേദനയോടെ തളർന്നു നിൽക്കുന്ന മുഖത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അനിനെ കണ്ടതും അവന് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് സത്യം. അവൻ വരുന്നത് കണ്ടതും വേഗം അവനെ പിടിക്കാനായി തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൻ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഓക്കെയാണ്. അത്രയും പറഞ്ഞവൻ നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അവൻ്റെ കാലിൽ തന്നെയായിരുന്നു, നനഞ്ഞ് കുതിർന്നു നിൽക്കുന്ന അവൻ്റെ കാലിൽ. അത് ശ്രദ്ധിച്ചു നിന്ന ജീവൻ പെട്ടെന്ന് അവളോടായി പറഞ്ഞു, പ്ലീസ് എനിക്ക് ഡ്രസ്സ് മാറണം, പുറത്തേക്ക് പോകണം എന്നാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അനനെ ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. എന്നാൽ പോകുന്നതിന് മുമ്പ് അവൾ ജീവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ പല അർത്ഥങ്ങളുണ്ടായിരുന്നു. അഥർവിന്റെ ബംഗ്ലാവിൽ സ്റ്റീവ് വല്ലാത്തൊരു ആലോചനയിൽ തന്നെയായിരുന്നു. അവൻ്റെ ഉള്ളിൽ പഴയ കാര്യങ്ങൾ കടന്നു വന്നു. എന്ത് ചെയ്യണം ഒന്നും അറിയാത്ത പോലെയായിരുന്നു അവൻ നിന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളും നിധിയോട് പറയണമെന്നൊരു തീരുമാനം അവൻ്റെ ഉള്ളിൽ കടന്നുകൂടി. ഇടയ്ക്കൊക്കെ അവൻ വന്ന് നിധിയെ നോക്കി. പക്ഷെ അപ്പോഴൊന്നും അവൾ മയക്കം വിട്ട് എഴുന്നേറ്റിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം വളരെ വൈകിയാണ് നിധി കണ്ണുകൾ തുറന്നത്. അവൾ ബെഡിൽ കിടന്ന് എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്തു. എന്നിട്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് കയ്യിലായുള്ള ബാൻഡേജ് കളഞ്ഞുകൊണ്ട് പതിയെ സ്റ്റെപ്പ് ഇറങ്ങി. താഴേക്കിറങ്ങുമ്പോഴേക്കും പിറകിൽ നിന്നുള്ള സ്റ്റീവിന്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. സോഫയിലായുള്ള അവൻ്റെ ഇരിപ്പ്, എന്തോ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഭാവം. എവിടേക്കാണ് മിലി? മിലി എന്ന പേര് അവളിൽ ദേഷ്യമുണർത്തി. എനിക്ക് പോകണം, അതായിരുന്നു അവളുടെ മറുപടി. അത് കേട്ട സ്റ്റീവ്, എനിക്കറിയാം ആദ്യം പറഞ്ഞത് ശരിയാണെന്ന്. അതാണ് ഞാൻ കാത്തിരുന്നത്. എനിക്കറിയാമായിരുന്നു നീ ഇങ്ങനെ ചെയ്യുമെന്ന്. നിന്നെ ഞാൻ തെറ്റു പറയില്ല. നിന്നെ കിഡ്നാപ്പ് ചെയ്തു പോയവർ പെട്ടെന്നൊരു ദിവസം വന്ന് നീ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ നീ എന്നല്ല
ആരും വിശ്വസിക്കില്ല, അറിയാം. അവൻ്റെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ലാതെ അവൾ പിന്നെയും പറഞ്ഞു, എനിക്ക് പോകണം. എങ്ങോട്ടാ മിലി? പ്ലീസ് അങ്ങനെ വിളിക്കരുത്. ഞാൻ മിലിയല്ല, നിധി. നിധി, അതാണ് എൻ്റെ പേര്. എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. അയാളുടെ ഓർമ്മകളുള്ള സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ കഴിയില്ല. അലറിക്കൊണ്ടവൾ പറഞ്ഞു. പ്ലീസ്, മോള് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക. എനിക്കറിയാം നിനക്ക് അവനോട് വെറുപ്പാണെന്ന്. പക്ഷെ നീ അറിയണം അവൻ ആരാണെന്ന്. എന്തിനു വേണ്ട ഈ പ്രതികാരമെന്ന്? വേണ്ട, എനിക്കറിയണ്ട. എനിക്കൊന്നും അറിയണ്ട. അവൾ വിലങ്ങനെ തലയാട്ടിക്കൊണ്ട്. ശരി, അറിയണ്ട. പക്ഷെ നീ ഒന്ന് മാത്രം ഓർക്കണം. നിന്റെ ചോരയായി ഞാൻ പോലും നീ മരണപ്പെട്ടു എന്ന് വിശ്വസിച്ചിട്ട് പോലും അത് വിശ്വസിക്കാതെ ഇന്നേ ദിവസം വരെ നിന്നെ ആലോചിച്ച് ജീവിച്ച ഒരേ ഒരു വ്യക്തിയുള്ളൂ. അതവനാണ്, എൻ്റെ ആദി. അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുമ്പോൾ മുന്നിലുള്ളതെല്ലാം വിശ്വസിക്കണോ എന്ന് പോലും മനസ്സിലാക്കാതെ പൊട്ടിക്കരയാൻ മാത്രമേ നിധിക്കപ്പോൾ കഴിഞ്ഞുള്ളൂ. അത് കേട്ട് പുറത്തേക്ക് ഇറങ്ങിയ സ്റ്റീവ് ഒരു നിമിഷം നിന്നു. എന്നിട്ട് അവളുടെ മുന്നിലായി വന്നിരുന്നു. നിധി, എനിക്ക് മനസ്സിലാകും നിന്റെ അവസ്ഥ. പക്ഷെ നീ ഒന്ന് ഓർക്കണം, ഒരിക്കൽ കൈവിട്ടു പോയ നിന്നെ ഇനിയും വിട്ടുകളയാൻ ഞങ്ങൾക്കാവില്ല. പിന്നെ ഇതൊക്കെ സത്യമാണോ എന്ന് നിനക്ക് മനസ്സിലാകണം. നീ അറിയണം. അതുകൊണ്ട് തന്നെ നിന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് എല്ലാം സത്യമാണ്. അത് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. എന്നിട്ടും ഇതെല്ലാം വിശ്വസിക്കാൻ നിനക്ക് സമയം വേണം. അല്ലെങ്കിൽ അത് കണ്ടെത്താൻ നിനക്ക് ആവശ്യം വേണമെങ്കിൽ ഞാൻ ഉണ്ടാകും. എല്ലാം അറിഞ്ഞിട്ടും നിനക്ക് ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ഒരു തുള്ളി പോലും ആഗ്രഹമില്ലെങ്കിൽ ഞാൻ വാക്ക് തരികയാണ്. ഒരിക്കലും ഞാനോ അവനോ നിന്റെ ജീവിതത്തിൽ എത്തി നോക്കില്ല. ഇതെൻ്റെ വാക്കാണ്, വിശ്വസിക്കേ. സ്റ്റീവിൻ്റെ വാക്കുകൾ കേട്ട് നിധി സംശയത്തോടെ അവനെ നോക്കി. സ്റ്റീവിന് മനസ്സിലായിരുന്നു അവളുടെ മനസ്സിൽ എന്താണ് എന്ന്. തുടർന്നു. ഇനിയുള്ള ഭാഗങ്ങൾക്കായി കാത്തിരുന്നാലോ?